أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد എല്ലാവർക്കും ഈദ് മുബാറക്. Assalamualaikum. Hi all. Welcome back to my channel Mymoonz Kitchen. Mymoonz Kitchenന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഈ കൊല്ലത്തെ ഈദ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു അല്ലേ. അപ്പം ഈദിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ തലേ ദിവസം കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്ന് ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 30 നോമ്പും ഇത്തവണ കിട്ടും എന്നുള്ളത് ലാസ്റ്റ് ആയപ്പോൾ ശരിക്കും ഒരു ഉറപ്പായി. ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയത് പഴംപൊരിയും കോൺ സമൂസയും ആണ് ഉണ്ടാക്കിയത്. കോൺ സമൂസൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ടൊരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 30-ാം ദിവസത്തെ നോമ്പ് തുറൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്, പഴംപൊരിയും ബീഫും. നല്ലൊരു കോമ്പിനേഷനാണെന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിച്ചു നോക്കുന്നത്. ഇവിടെ തലശ്ശേരിയിൽ ഏതൊക്കെയോ ഹോട്ടലിലുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുവരെ പോയിട്ടും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടാക്കിയതല്ല, പെട്ടെന്നൊരു തോന്നലിൽ ഇങ്ങനെ ഒന്ന് തിന്ന് നോക്കിയതാണ്. നോമ്പ് തുറക്കുന്ന നേരത്ത് തോന്നിയ ഒരു ഐഡിയ മാത്രമാണ്. കാരണം എപ്പോഴും നമ്മൾ തിന്നണമെന്ന് വിചാരിക്കുന്ന ഒന്നാണ്. പുറത്തെന്തായാലും പോയിട്ട് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. കുറച്ച് ബീഫ് കറിയും പഴംപൊരിയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലെപ്പോഴെങ്കിലും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തറാവിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറേ ഫോൺ കോൾസ് ആയിരുന്നു. എന്തായാലും വരാനും പോകാനോ ഒന്നും ഇപ്രാവശ്യം എന്തായാലും നടക്കുന്ന കാര്യമല്ല. അപ്പം പിന്നെ അന്നേരം തന്നെ എല്ലാവരെയും ഈദ് മുബാറക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ കോളും ഫോൺ കോൾസൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് നാളത്തേക്ക് പെരുന്നാളിനേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തലേന്ന് കുറച്ച് എന്തായാലും ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പം ഭയങ്കര ഹറിബറി ആയിരിക്കും. പക്ഷെ പഴയ പോലെയുള്ള ഒരുപാട് പണികളും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസത്തെ ബിരിയാണി എന്ന് പറയുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ തലേന്ന് തന്നെ ചതച്ച് വെക്കും, ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കും. അങ്ങനെയൊക്കെ കാണാറുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടാവും, എല്ലാ പിള്ളേരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം സമയം തികയാണ്ട് വരും. അതൊക്കെ തലേന്നേ ചെയ്തു വെക്കും. ഇന്നാണെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി 1, 2, 3 ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കുറച്ചല്ലേ ഉണ്ടാക്കണ്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റോക്കായിട്ടുള്ള പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പണികളും കുറവാണ് ശരിക്കിപ്പം. അപ്പോൾ ഞാനിപ്പം കാണിക്കുന്ന സേമിയ പായസത്തിൻ്റെ ഒരു 3-4 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് പല വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോവുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ തവണയും പെരുന്നാളിന് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയത്. അത് തന്നെയാണ് ഇത്തവണയും. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഫ്രൂട്ട് കസ്റ്റേർഡ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയത്. ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കസ്റ്റേർഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റാണ്. തണുപ്പിച്ചിട്ടൊക്കെ തിന്നുമ്പം അടിപൊളിയാണ്. അതാണ് അധികവും ഇവിടെ ഉണ്ടാവാറ് പെരുന്നാളിൻ്റെ ദിവസം. കാരണം അത് എല്ലാവർക്കും ഇഷ്ടമാകുമ്പം പിന്നെ പെരുന്നാൾക്കാർക്കും കൊടുക്കാൻ അതായിരിക്കും നല്ലത്. അങ്ങനെ പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറച്ച് സേമിയ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നാളെ പിന്നെ തണുപ്പിച്ചിട്ട് കുടിക്കുക. ഇതിപ്പോൾ കുറച്ച് ചൂടോട് കൂടിയാകുമ്പം അതിനൊരു ടേസ്റ്റാണ്, നാളെ തണുപ്പിച്ചിട്ടാകുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം. അങ്ങനെ പിന്നെ പെരുന്നാളിൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പണ്ട് തൊട്ടേ പെരുന്നാളിൻ്റെ രാവിലെ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. രാവിലെ എണീക്കുക, എന്താ പറയേണ്ടത്, വെളിച്ചം വരുന്നതിന് മുമ്പ് കുളിക്കുക. അപ്പം അന്നൊക്കെ പറയും, പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറയും കിണറ്റിലെ വെള്ളം സംസം വെള്ളം, അപ്പം രാവിലെ തന്നെ വന്നിട്ട് എണീച്ച് കുളിച്ചോ എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങളോട് പറയലുണ്ടോ? അപ്പോൾ രാവിലെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അപ്പോൾ ആണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ശരിക്കും ഈ പെരുന്നാളിന് മിസ് ചെയ്യുന്നതും അത് തന്നെയാണ്. പള്ളി എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം ഇല്ല. വെള്ളിയാഴ്ച ആയാലും പെരുന്നാളിനായാലും ആ ഒരു കാര്യം മിസ്സാവുമ്പം ദിവസം തന്നെ ശരിക്കും നമുക്ക് മറന്നതുപോലെ ആയിപ്പോകുന്നു.
പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പള്ളിയിൽ പോകാൻ ആൺകുട്ടികളും ഇല്ല, എല്ലാവരും പുറത്താണുള്ളത്. അത് ഭയങ്കര മിസ്സിങ് ആണ്. അവരൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ജോളിയായിരിക്കും. ആഘോഷം പുറത്തുനിന്നൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആഘോഷങ്ങളുണ്ടാവുമല്ലോ, അതില്ലാണ്ടായി എന്നുള്ളത് ഭയങ്കര സങ്കടം. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്ത് രാവിലെ തന്നെ അങ്ങ് പുറത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. മീനൊന്നും ഇപ്പം നമ്മൾ പോയി വാങ്ങുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. ബീഫൊക്കെ ആകുമ്പം കൊണ്ട് തന്നോടും. അപ്പം പിന്നെ അതായിരിക്കും ഏറ്റവും നല്ലത്, സേഫാണല്ലോ. പിന്നെ രാവിലത്തെ നാസ്ത ചായ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ആക്കിയത്. ഇഡ്ഡലിയാണ് ആക്കിയത്. കുറേ ദിവസമായില്ലേ ഇഡ്ഡലിയൊന്നും കഴിക്കാത്തത്. പിന്നെ തലേന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പിറ്റേന്ന് എന്തായാലും ദോശയോ ഇഡ്ഡലിയോ ഫിക്സ്ഡാണ് ഇവിടെ. അതേപോലെ തന്നെ തേങ്ങ പൊളിച്ചെടുത്താൽ പിറ്റേ ദിവസം വെള്ളാപ്പമായിരിക്കും. തേങ്ങ വെള്ളം കൊണ്ട് അടിപൊളിയായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ആ വെള്ളാപ്പം. അപ്പം അതൊക്കെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അതൊരു ഫിക്സ്ഡ് ആക്കി വെച്ച പോലെയാണ്. പിന്നെ ചായയും നാസ്തയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ചായയും ഒക്കെ ആയിട്ട് നാസ്ത ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള പെരുന്നാളാണ് ഇങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് ചായയും നാസ്തയും എല്ലാം ഒരുമിച്ചിട്ട് നിസ്കാരത്തിന് മുമ്പ് തന്നെ കഴിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവരും ഉള്ള സമയത്താണെങ്കിൽ രാവിലെ തന്നെ ചായയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചായൻ്റെ കൂടെ കടികളുണ്ടാവും. തലേന്ന് നോമ്പിൻ്റെ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കലുമക്കായി പൊരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചായൻ്റെ കൂടെ കഴിച്ചിട്ട് അവരങ്ങ് പള്ളിയിൽ പോകും ആൺകുട്ടികളൊക്കെ. പിന്നെ അപ്പോഴേക്കും നമ്മൾ നാസ്തയാക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും കുളിയും നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നാസ്തയൊക്കെ ടേബിളിൽ സെറ്റാക്കി അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അവർ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നാസ്ത കഴിക്കും. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത്തവണ അതൊന്നും ഇല്ല, ആൺകുട്ടികളും നാട്ടിലില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ആ നാസ്ത പരിപാടി അങ്ങ് കഴിച്ചു. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെഷനാണ്. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഫോട്ടോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം. അങ്ങനെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കുറച്ചല്ലേ ഉണ്ടാക്കണ്ടു, അപ്പോൾ അതുകൊണ്ട് എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി സാധാരണ ഉണ്ടാക്കുന്നതിലും ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അത് ലെങ്ത് ഉണ്ട്, കുറച്ചധികം ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ് എത്തിയത്, നമ്മുടെ അമരീൻ റൗഹ. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ചെറിയ ബേബീനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടറിലാണ് മൂപ്പർ ഇപ്പോഴും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വീഡിയോയിലൂടെ കാണുന്നു എന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ്, ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഏട്ടത്തിയും അനിയത്തിയും. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടറിലാണ് മൂപ്പറുള്ളത് ഇപ്പം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിനാന്നുള്ള ഒരു തിരിയാത്ത അവസ്ഥയില്ല. കൈ പിടിച്ച് വലിക്കുന്നു, മുത്തം കൊടുക്കുന്നു, കാല് പിടിച്ച് വലിക്കുന്നു, എടുക്കാനൊക്കെ നോക്കുകയാണ്. വലിയ ആൾക്കാർ എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിതാ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിക്കാൻ പോവാണ്. എന്തായാലും ആ ഒരു 30 ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഉച്ചക്കല്ലേ. ചോറ് പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ക്ഷീണമായിരിക്കും. അപ്പോൾ നമുക്ക് ചോറ് തിന്നിട്ട് കാണാം കേട്ടോ.
അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വളാമയും ഫാമിലിയും വന്നു. അപ്പോൾ അടുത്താണ് ആൾ. തൽക്കാലം പോയി വരാമെന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വന്നതാണ്. ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ബേബീനെ ഒന്നും ആരും കണ്ടിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം മൂപ്പർ വന്നു, ഫാമിലി ആപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ചായ കൂടി, ഒന്നുമില്ല, നമ്മുടെ ഇറച്ചിപ്പത്തിലും കാര്യങ്ങളും ഒക്കെ തന്നെ. പിന്നെ രാത്രിക്കേക്ക് എന്തായാലും ഉച്ചക്കത്തെ ബിരിയാണി തന്നെയാണ്. അത് സ്ഥിരം എല്ലാ പെരുന്നാളിനും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിന് മാത്രമല്ല, പൊതുവെ ബിരിയാണി ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഉച്ചക്ക് ഉണ്ടാക്കിയാൽ രാത്രിയും ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാളെ നമുക്ക് ബിരിയാണീൻ്റെ റെസിപ്പി കാണാം. പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.